ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവം ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ. കാട്ടാനപ്പേടിക്ക് പിന്നാലെ മൂന്നാറിൽ പുലിപ്പേടിയും വർദ്ധിക്കുന്നു. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. വിശദമായ വാർത്തകളിലേക്ക്.
ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവം ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിർമ്മാണത്തെയും തുടർന്ന് വിവാദമായ വൈസന്മാലി വില്ലേജിലെ ചൊക്രമുടിയിൽ വീണ്ടും കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ കയ്യേറ്റ ശ്രമത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടന്ന കാട് വെട്ടിയവരെയും നീലക്കുറിഞ്ഞി നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാനാണ് ദേവികുളം സബ് കളക്ടർ രാജാക്കാട് SHOയ്ക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തിയ വൈസന്മാലി വില്ലേജ് ഓഫീസർ വാസ്തവ വിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നല്ലൊരു കൂട്ടായ ശ്രമം ഇതിനകത്ത് ഇവർ ഈ കയ്യേറ്റക്കാർക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അതുപോലെ നീലക്കുറിഞ്ഞി മലനിരകൾ ഇവിടെ പാറ പൊട്ടിച്ചിരിക്കുന്നു, നീലക്കുറിഞ്ഞി മലനിരകൾ നശിപ്പിച്ചിരിക്കുന്നു. ഫോറസ്റ്റ് ജിയോളജി വകുപ്പോ നാളെ ഇതുവരെ ഒരു കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു നടപടികൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രി നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. ആ മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നത് CPI ഉൾപ്പെടെയുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതായത് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാനെത്തിയ IG K സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ട് പൂട്ടിയ ഗേറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടക്കുകയും അരയേക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടുകയും ചെയ്തത്. ഈ അരയേക്കർ സ്ഥലത്ത് നിന്ന് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞി ചെടികളും യന്ത്രമുപയോഗിച്ച് നടത്തിയ കാടുവെട്ടലിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. രാജാക്കാട് പോലീസ് സ്ഥലത്ത് എത്തിയിരുന്നു. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കടന്നവരെ പുറത്താക്കിയിരുന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. കാട്ടാനപ്പേടിക്ക് പിന്നാലെ മൂന്നാറിൽ പുലിപ്പേടിയും വർദ്ധിക്കുന്നു. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. കാട്ടാനകൾക്ക് പുറമെ പുലിപ്പേടി കൂടിയായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് ആളുകൾ പറയുന്നു. കാട്ടുകൊമ്പന്മാരടക്കം മൂന്നാർ മേഖലയിൽ കാടിറങ്ങി ഭീതി പരത്തുന്ന സംഭവം സാധാരണയായി കഴിഞ്ഞു. ഇതിനൊപ്പമാണിപ്പോൾ പുലിപ്പേടിയും വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പകൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തോട്ടം തൊഴിലാളികളാണ് പുലിയെ നേരിൽ കണ്ടത്. പിന്നീട് സംഭവം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഭാഗം കൊളുന്തെടുക്കാൻ മാത്രം തൊഴിലാളികൾ എത്തുന്ന ജനവാസമില്ലാത്ത പ്രദേശമാണ്. സംഭവത്തിൽ വനവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് ഏകദേശം 11 മണിയോട് കൂടി ഇവിടെ കൊളുന്ന് വിളിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി നമ്മുടെ ഓഫീസിൽ വന്ന് പുലിയെ നേരിട്ട് കണ്ടതായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ RRT ടീമിനെ വിളിക്കുകയും അതുപോലെ പെട്ടുമടി സ്റ്റേഷൻ സ്റ്റാഫിനെ വിളിച്ച് അവർ രണ്ടുപേരെയും കൂട്ടി രണ്ടായിട്ട് തിരിഞ്ഞ് ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിൽ പുലിയുടെ സാന്നിധ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. പക്മാർക്ക് ഉണ്ട്, സ്കാറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പരിശോധനകൾ നടത്തും. അപ്പോൾ ഇപ്പം കാറ്റ് ശക്തി കൂടുതലായതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കില്ല. അപ്പോൾ 4 മണിക്ക് ശേഷം വീണ്ടും ഒരു 3 ടീമിനെ ഇറക്കുന്നുണ്ട്. ആ 3 ടീം ഈ സ്ഥലങ്ങളെല്ലാം പരിശോധന നടത്തും. 20 പേരടങ്ങുന്ന 2 സംഘങ്ങൾ പരിശോധനയ്ക്കുണ്ട്. തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ട്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് മൂന്നാർ ടൗണിന് ഏതാനും ദൂരം അകലെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനം. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. കാലമായതുകൊണ്ട് ജനുവരി 31 ഇരവികുളം നാഷണൽ പാർക്ക് അടയ്ക്കുകയാണ്. പ്രജനനത്തിന് ശേഷം ഏപ്രിൽ മാസം 1 വീണ്ടും ഇരവികുളം നാഷണൽ പാർക്ക് സഞ്ചാരികൾക്കായി തുറക്കും. വരയാടുകളുടെ പ്രജനനകാലം വരയാടിൻ്റെ സംരക്ഷണത്തിനാണ്
ഇരവികുളം നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം. ശരാശരി 2500 മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട്. കഴിഞ്ഞ 10 മാസം കൊണ്ട് 20 കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. രാജാക്കാട് മിനി സ്റ്റേഡിയം അംഗൻവാടി കുട്ടികൾക്ക് JCI രാജാക്കാടിന്റെ നേതൃത്വത്തിൽ വിവിധ പഠനോപകരണങ്ങൾ നൽകി. വാർഡ് മെമ്പർ സതി കുഞ്ഞുമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടായ്മകളിലൊന്നാണ് ജൂനിയർ ചാമ്പ്യൻ ഓഫ് ഇന്റർനാഷണൽ. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കൊപ്പം അംഗങ്ങളെ നേതൃത്വ നിരയിലേക്ക് ഉയർത്തുക, അതിനുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് JCI രാജാക്കാട് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. ജൂനിയർ ചെമ്പർ ഇന്റർനാഷണൽ രാജാക്കാട് യൂണിറ്റിന്റെ കീഴിലുള്ള ജൂനിയർ JCIയുടെ നേതൃത്വത്തിൽ രാജാക്കാട് 7ാം വാർഡ് മിനി സ്റ്റേഡിയം അംഗൻവാടിയിൽ വെച്ച് കുട്ടികളുടെ അറിവിനും മാനസികോല്ലാസത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികൾക്കും വിവിധ പഠനോപകരണങ്ങൾ, കളറിംഗ് ബുക്ക്, ഡ്രോയിംഗ് ബുക്ക് എന്നിവയുൾപ്പെടുന്ന കിറ്റ് വിതരണം നടത്തി. പരിപാടി വാർഡ് മെമ്പർ സതി കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏതാണ്ട് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള യുവാക്കളുടെ വിഷയങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നിങ്ങൾ മുൻഗണന എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ ഇത് നിങ്ങളുടെ ഈ സംഘടനയുമായി ചേർത്ത് നിർത്തുമ്പോൾ തന്നെ 18 വയസ്സിലും 40 വയസ്സിലുമായ ആളുകൾ അവരെ ബാധിക്കുന്ന വളരെ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മയക്കുമരുന്ന്, ലഹരിയും മയക്കുമരുന്നും അതിൻ്റെ വിപണനവും ഉൽപ്പാദനം ഇവിടില്ല. വിപണനം അവരെ അതിൽ ആസക്തിയായിട്ട് അതിൽ മാറുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും. ALMC മെമ്പർ AD സന്തോഷ്, JCI സോൺ വൈസ് പ്രസിഡന്റ് അബിൻ ജുബോസ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. JCI കുട്ടികൾക്കായി അംഗൻവാടിയിലേക്ക് നൽകിയ സൈക്കിൾ ജീവനക്കാരായ ശ്രുതി PS, രമ്യാമോൾ TR എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. JCI രാജാക്കാട് പ്രസിഡന്റ് ജിജിമോൻ ജോർജ്, സെക്രട്ടറി ബിബിൻ വർഗീസ്, അനൂപ് KV, ജൂനിയർ JCI ചെയർപേഴ്സൺ മാസ്റ്റർ ഇവൻ സോബിൻ കൂടാതെ മറ്റ് JCI അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. 16-കാരിയെ പ്രണയം നടിച്ചു തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ പശുമല സ്വദേശി കാളിദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രണയം നടിച്ച 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വണ്ടിപ്പെരിയാർ പശുമല സ്വദേശി കാളിദാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടി സ്കൂളിൽ ഹാജരാവാത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് മാതാപിതാക്കൾ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ കണ്ടെത്തുവാൻ സാധിക്കാതെ വന്നതോടെ മാതാപിതാക്കൾ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ്മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പ്രതിയോടൊപ്പം പെൺകുട്ടിയെ കണ്ടെത്തുകയും തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇനിയൊരു ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ
ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തകളിലേക്ക്. രാജാക്കാട് പന്നിയാർകുട്ടി മുതൽ ബോഡിമെട്ട് വരെ വഴിയരികിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്തു. പരിസ്ഥിതി ഫോറം ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കുന്ന പരിപാടികളുടെ ഭാഗമായാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തത്. പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സംഘടനയുടെ നേതൃത്വത്തിൽ രാജാക്കാട് പന്നിയാർകുട്ടി മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡ് നിരത്തിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്യുന്നത്. ഇതിലൂടെ വഴിയരികുകൾ വൃത്തിയായി സൂക്ഷിക്കാനും പ്രകൃതിയെയും മണ്ണിനെയും സംരക്ഷിക്കാനും കഴിയുന്നു. പരിസ്ഥിതി ഫോറം ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പരിപാടി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. അവരെങ്ങനെ ഒരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് ഏറ്റത്. നമ്മുടെ പന്നിയാർകുട്ടി മുതൽ ബോഡിമെട്ട് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടുള്ള രാജാക്കാട് SI CBKL പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പരിസ്ഥിതി ഫോറം സംസ്ഥാന ചെയർമാൻ PP ബേബി മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി MN ശ്രീനിവാസൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സംസാരിച്ചു. നിസാർ ബാഖവി ഇമാം, സുധീർ KM, CDS ചെയർപേഴ്സൺ KP വത്സ, ഷൈബി K, CK വിജയൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ഉപ്പുതറ CHSEയോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുൻപിൽ BJPയുടെ നേതൃത്വത്തിൽ ബഹുജന രാപ്പകൽ സമരം തുടങ്ങി. നഷ്ടമായ CHC പദവി വീണ്ടെടുക്കുക, സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ നിയമിച്ച് കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, ആവശ്യ മരുന്നെത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടങ്ങിയത്. മുല്ലപ്പെരിയാർ സമരസമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പൽ ഉദ്ഘാടനം ചെയ്തു. ഇത് ഇവിടെ പ്രവർത്തിച്ചിട്ട് ഉപ്പുതറ എന്ന് പറയുന്നത് ആദ്യത്തെ ഹൈറേഞ്ചിലെ കുടിയേറ്റ ഗ്രാമമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി അക്ഷീണം മഹത്തായ പ്രവർത്തികൾ കാഴ്ചവെച്ച ഒരു മഹാപ്രസ്ഥാനം. KK രാജപ്പൻ അധ്യക്ഷനായി. മത, സാമുദായിക, സാമൂഹിക പ്രവർത്തകരായ ഫാദർ ജോസഫ് ലൂക്കോസ്, KK ബിനോയ്, PG സാബു, അഡ്വക്കേറ്റ് PR മുരളീധരൻ, സിബി ജോസഫ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, പാസ്റ്റർ N ഫിലിപ്പ്, NR മോഹനൻ,
KP കേശവൻ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, ജെയിംസ് തെക്കൊമ്പൻ, സജിൻ ഉണ്ണികൃഷ്ണൻ, MS ബിജു, ND വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. സിറ്റി വിഷൻ, ഉപ്പുതറ. മഹാകുംഭാഭിഷേകത്തിനൊരുങ്ങി ചെമ്പകത്തൊഴുകുടി ശിവപാർവതിയമ്മൻ ക്ഷേത്രം. ചെമ്പകത്തൊഴുകുടി മുതുവാൻ സമുദായത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിനും കുംഭാഭിഷേകത്തിനുമുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത്. ഫെബ്രുവരി 2-ാം തീയതി മഹാകുംഭാഭിഷേകം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടി മുതുവാൻ ഗോത്രവർഗ സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശിവപാർവതി അമ്മൻ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത്. വിവിധ ഗോത്ര സമൂഹങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷ്ണശിലയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ശിലയെത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുതുവാൻ ആദിവാസി സമൂഹത്തിന് ആരാധിക്കാൻ ശിവപാർവതി അമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനും പ്രതിഷ്ഠ നടത്തുവാനും മുതുവാൻ സമുദായം തീരുമാനിച്ചത്. 31-ാം തീയതി വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി ആത്മാനന്ദയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരി ചന്ദ്രൻ പൂജാരിയുടെയും സഹകാർമ്മികത്വത്തിലും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കും. തുടർന്ന് ഫെബ്രുവരി 2-ാം തീയതി അഷ്ടബന്ധന മഹാകുംഭാഭിഷേകവും നടക്കും. ചെമ്പകത്തൊഴുകുടി അരുൾമിക ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ അഷ്ടമഹാകുംഭാഭിഷേകത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതോടൊപ്പം 2/2/2025 ഫെബ്രുവരി മാസം രാവിലെ 10-നും 11-നും അഷ്ടമഹാ കുംഭാഭിഷേകം നടക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളയും മറ്റ് എല്ലാ കുടികളിലുള്ള ആൾക്കാരെയും ഈ കുംഭാഭിഷേകത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം സ്വാമി ആത്മാനന്ദയുടെ കാർമ്മികത്വത്തിൽ പൂജകളും കർമ്മങ്ങളും നടക്കുന്നതിനാൽ മഹാകുംഭാഭിഷേകത്തിലുള്ള എല്ലാവരും എത്തിച്ചേരണമെന്നും ഉത്സവത്തോടനുബന്ധിച്ച അന്നദാനവും മുതുവാൻ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും ചെമ്പകത്തൊഴുക്കുടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് പാൽക്കുട ഘോഷയാത്രയും നടത്തപ്പെടും. കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നതായി ക്ഷേത്രം പൂജാരി ചന്ദ്രൻ, ഭാരവാഹി ശക്തിവേൽ, കുടിനിവാസികൾ എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. വനിതാ കമ്മീഷൻ മൂന്നാറിൽ അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ 15 പരാതികൾ പരിഹരിച്ചു. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് നടന്നത്. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ അദാലത്ത് നടന്നു. കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായിയുടെ നേതൃത്വത്തിൽ ആകെ 51 പരാതികളാണ് പരിഗണിച്ചത്. അദാലത്തിലൂടെ 15 പരാതികൾ പരിഹരിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങളെ കേൾക്കാനായിട്ട് വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടത്തുകയുണ്ടായി. അതിൽ 51 ഫയലുകളാണ് ഇന്ന് ചർച്ചയ്ക്ക് വന്നത്. അതിൽ 2 വക്കീൽമാരെ ഏർപ്പെടുത്തി DLSA സൗജന്യ ലീഗൽ എയ്ഡ് കൊടുത്തുകൊണ്ട് കോടതിയിലേക്ക് വിടാനായിട്ട് 2 കേസുകൾ ഫോർവേഡ് ചെയ്തു. 15 കേസുകൾ തീർപ്പാക്കി. ബാക്കി കേസുകൾ അടുത്ത പ്രാവശ്യത്തേക്ക് നോട്ടീസ് അയച്ച് വരുത്തുവാനായിട്ട് മാറ്റിവെച്ചു. അദാലത്തിൽ ലഭിച്ച 2 പരാതികൾ ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അദാലത്തിൽ കമ്മീഷൻ സബ് ഇൻസ്പെക്ടർ മിനുമോൾ, അഡ്വക്കേറ്റ് ദീപ രാജേഷ്, കൗൺസിലർ റൂബിയ, ഇടുക്കി വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. നിർമ്മാണം പൂർത്തീകരിച്ച ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ വൈകാതെ തുടങ്ങുമെന്നും MP വ്യക്തമാക്കി. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നത്. പിന്നീട് മഴക്കാലത്ത് പാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് പരിസരത്ത് വെള്ളക്കെട്ടുണ്ടാവുകയും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ റോഡിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് 8 കോടി രൂപ തുക അനുവദിച്ചിട്ടുള്ളത്.
നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ വൈകാതെ തുടങ്ങുമെന്നും MP വ്യക്തമാക്കി. നമ്മുടെ നാഷണൽ ഹൈവേ വികസനം മൂന്നാർ ബോഡിമെട്ട് റോഡ് നേരത്തെ തന്നെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുകയാണ്. ആ റോഡിൽ ഒരല്പം മെയിൻ്റനൻസ് പല മേഖലകളിൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മഴക്കാലത്ത് മൺസൂൺ കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മുടെ മൂന്നാർ പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്ത് അവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ അവരുടെ വീടുകളിലേക്ക് വെള്ളമൊഴുകി ചെന്ന് അവർക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് നിർമ്മാണം അഡീഷണലായി ഇപ്പം നേരത്തെ ഒരു ഉരുൾപൊട്ടൽ എന്നല്ല, ഒരു മണ്ണിടിച്ചിലിൽ കുറച്ച് അപാകത സംഭവിച്ച പ്രദേശം ഉൾപ്പെടെയുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ആ മേഖല ഉൾപ്പെടെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് തുകയായി 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. മഴക്കാലത്ത് ദേശീയപാതയുടെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞും മറ്റും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർത്തീകരിക്കപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക വിനിയോഗിക്കും. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവം ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ. കാട്ടാനപ്പേടിക്ക് പിന്നാലെ മൂന്നാറിൽ പുലിപ്പേടിയും വർദ്ധിക്കുന്നു. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. Seema's Wedding Collections, AIM Road, Perumbavoor. Opening shortly at Kattapana. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ,
കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ.